ജീവിതത്തിൽ ആദ്യമായി തേങ്ങ ചിരണ്ടുന്ന മഹതിയെ ഞാൻ കാണിച്ചു. വെള്ളമാരി ഇങ്ങനെ വരുന്നത് അതങ്ങനെ തന്നെ വരിക. ആണോ? അങ്ങനെ വന്നാ മതി. തേങ്ങ ചിരകണം. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പം ഇന്ന് നമ്മുടെ ഓണത്തലേന്നാണ് ഫ്രണ്ട്സ്. അപ്പം ഞങ്ങളിപ്പം അഭിമാമന്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കാണ്. അവിടെയാണ് കേട്ടോ ഓണം. അപ്പം ഓണത്തലേന്ന് നമ്മുടെ പച്ചക്കറി അരിയൽ അങ്ങനത്തെ പല പരിപാടികളുണ്ടല്ലോ. അപ്പം അതൊക്കെ അതിന് വേണ്ടി നമ്മൾ അഭിമാമന്റെ വീട്ടിലേക്ക് പോവാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഓണത്തിന് ഓണക്കോടി എടുത്തിട്ടില്ല, അപ്പൊ അതും നമുക്കിന്ന് എടുക്കണം. അപ്പം അതിന് രാത്രിയാണ് പോവുക. അപ്പം നമ്മളിപ്പം അഭിമാമന്റെ വീട്ടിലേക്ക് പോവാണ്. അതിമോനും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ അവര് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്കിന്നാ പോയാലോ? മഞ്ഞില്ലേ തീയ മോളെ? എന്ത് മഞ്ഞ? ആണല്ലോ, കടലിലുണ്ടാവണ മണ്ണ്, മണല്. മണല്. ഇവിടെ പുഴ ഉണ്ടോ അതിമോനെ? തോടുണ്ടോ? അതില് മീനുണ്ടോ നോക്കി നോക്ക്. അതിലുണ്ടാവും ചെലപ്പോ ആ വെള്ളത്തില്. ആ ഉണ്ടോ? തന്നെ വീഴല്ലേ? റോഡാണ്, തോട് പോലെ ഉണ്ടല്ലേ കാണാന്. ഉറുമ്പുകൾക്ക് ഉരുൾപൊട്ടൽ വന്നവരുണ്ടോ? വെള്ളത്തില് ഒരു ഇന്നത്തെ അത്തപ്പൂവ് ഇത് ഇന്നലെ ദിയമോളും ആദിമോനും കൂടി ഇട്ടാട്ടോ. അത് കല്ലും പൂവും മിക്സില് രസമുണ്ട്. മാമിയാണ് കേട്ടോ എന്നും അത്തപ്പൂടല്. രസമുണ്ട്. ഇതിൽ കൂടെ നമ്മളൊരു വട്ടം വരച്ച് കുറച്ചൊന്നും കൂടെ വലിയൊരു വട്ടം വരച്ച് കഴിഞ്ഞാൽ അവിടുത്തെ രസമുണ്ടായിരുന്നു. പഠിക്കാൻ ബാക്കി സ്റ്റുഡിയോയില് പോയി പാടുന്നത്. നാളെ എല്ലാരും മുന്നിൽ ബിഗ് സ്ക്രീനില് ചേട്ടന് ലിറിക്സ് അറിയോ? കുന്നിൽ പൂക്കളമണിഞ്ഞൊരുങ്ങാൻ പൈതങ്ങൾ വരവായി വരവായി ഓണം വരവായി പൊന്നോണം വരവായി കണ്ണെഴുതാൻ കിളിച്ചുണ്ടെഴുതാൻ കൈകോർത്തൊരുമിച്ചു പാടാൻ പാണന്മാർ വരവായി ഓണം വരവായി പൊന്നോണം വരവായി. ഓണം വന്നാൽ പോറ്റി ഓണപ്പാട്ടും കെട്ടി പള്ളിപ്പാലം ചുറ്റി ആഴം കുത്താൻ കെട്ടി വന്നു പോയോ വന്നു പോയോ വന്നു പോയോ വന്നു പോയോ ഓണം വരവാ പൊന്നോണം വരവാ. അല്ലേ? ചുണ്ടൻ വെള്ളം പറക്കാൻ ചെണ്ടാമേളം കളമൊരുക്കാൻ വള്ളി ചെമ്പരത്തി പന്തലൊരുക്കാൻ മുല്ലപ്പൂവിൻ സുഗന്ധം വിതറാൻ കൂട്ടുകാർ വരവായി ഓണം വരവായി പൊന്നോണം വരവായി പൊന്നോണം വരവായി.
കഴിഞ്ഞു. ഇത് ഞങ്ങള് കരോക്കെ ഇട്ട് പാടണമെന്നാ വിചാരിച്ചത്. അല്ല രസമുണ്ടാവും. ഇനി അതില് ചെക്ക് ചെയ്തറിയാം നമ്മളെ വോയിസ് എങ്ങനെയുണ്ട്. ചക്കപ്പൊരി 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 ആ വേണ്ടിയിരുന്നില്ല. ഫ്രണ്ട്സ് ഇവിടെ പൈനാപ്പിള് അരിഞ്ഞോണ്ടിരിക്കാണ്. പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി കഴുകട്ടെ. അപ്പോൾ പൈനാപ്പിൾ പച്ചടിയും പുളിയിഞ്ചി പുളിയിഞ്ചി ഇന്ന് ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ചിട്ടാണ്. ബാക്കിയൊക്കെ കഷ്ണങ്ങൾ കഴുകിയിട്ടില്ല. പക്ഷെ പൈനാപ്പിൾ മുറിച്ച് ഞാൻ കഴുകേണ്ട ആവശ്യമില്ലല്ലോ. മോള് അവിയലിന് വേണ്ടിയിട്ട് പയർ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. അളവുകോലൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പയറ് വെച്ചിട്ടാണ് അടുത്ത പയറ് പൊട്ടിക്കണത്. ആ അളവെടുത്തിട്ടാണ് ദിയമോള് പയറ് പൊട്ടിക്കണത് കേട്ടോ. ആ ഇത് പൈനാപ്പിൾ ഇങ്ങനെ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. അടുത്ത പയറെടുക്ക്. 2-3 പയർ ഒരുമിച്ച് കൊണ്ടുവെക്ക്. ദേവോ ബാഹുബലി പിന്നെ കാണാം. ഇങ്ങോട്ട് വാ. ആളെവിടെ വാ. ആ എല്ലാ പയറെടുത്തും തേങ്ങ ചിരണ്ടാന് മുടി കെട്ടി വെക്ക്. ആദ്യം പോയിട്ട് മുടി ചീകി കെട്ടി വെക്ക് കേട്ടോ. എന്നിട്ട് കയ്യും കഴുകി വാ. എല്ലാ പയറെടുക്ക. പയർ മൊത്തം എടുക്ക്. എടുത്ത് തന്റെ കയ്യിൽ കൊള്ളൂല. അങ്ങനെ കഴുകണം. ആ പയറെടുത്ത് ആദ്യം മോനെ. ഒക്കെ എടുക്ക്. പയറൊക്കെ എടുക്ക്. ആ ആ ഇനി അത് ആ ചരുവത്തി കൊണ്ടുവെക്കണം. അവിടെ ചരുവുണ്ട്. ആ ചരുവത്തി കൊണ്ടുവെക്ക്. എന്നിട്ട് കഴുകണം. ഞാൻ കഴുകി തരാം കേട്ടോ. ജീവിതത്തിൽ ആദ്യമായി തേങ്ങ ചിരണ്ടുന്ന മഹതിയെ ഞാൻ കാണിച്ചു. ഇതുണ്ടല്ലോ വെള്ളം അരി ഇങ്ങനെ വരുന്നത്. അതങ്ങനെ തന്നെ വരിക. ആണോ? അങ്ങനെ വന്നാ മതിയോ? അങ്ങനെ വന്നാ മതി. തേങ്ങ കംപ്ലീറ്റ് തീരണം എന്നേ ഉള്ളൂ. ഇങ്ങനെ നോക്കട്ടെ. ഈ നടുക്കല്ലാതെ പൊടി വരണന്നില്ലേ? ഇല്ല. തേങ്ങ ഈ തേങ്ങ ഫുള്ള് ചിരകി പ്ലേറ്റിൽ ഇടണമെന്നേ ഉള്ളൂ. ചിരട്ടയാക്കണം. ആ ചിരട്ടയാക്കണം. അത് അത്രേ ഉള്ളൂ. അതെങ്ങനെ അടക്ക് ചിരകാം. ഓക്കെ. 10ാം ക്ലാസ് എത്തി. ഇതുവരെ തേങ്ങ ചിരണ്ടാൻ പോലും അറിയില്ല. ഞങ്ങളൊക്കെ സൈഡാണ് ആദ്യം ചിരണ്ടാറ്, നടുവല്ല. ഓക്കെ. ഇപ്പൊ പൊടി വരാൻ തുടങ്ങി കേട്ടോ. ഫ്രണ്ട്സ്, പണ്ട് ഓണത്തിന്റെ തലേന്നൊക്കെ എന്താ അമ്മമാരും അമ്മമ്മമാരും ആന്റിമാരൊക്കെ തേങ്ങ ചിരവണതും പച്ചക്കറി അരിയണതും ഒക്കെ കണ്ടു നിന്നിട്ടില്ല. അവിടെ എവിടെയും കളിച്ചിരിക്കുന്നുണ്ടാവും, വർത്താനം പറഞ്ഞ്. പക്ഷെ ആദ്യമായിട്ടാണ് കളിക്കുന്നതിന് പരിപാടിന്റെ തലേന്ന് പണിയെടുക്കണത്. അമ്മമ്മ തൊടാന്നൊരു ചരിവും കഴുകുകയാണ്. ജീവിതത്തിൽ ആദ്യമായി തേങ്ങ ചിരവുന്നു. ഞാനെ തന്നെയാ പഠിക്കുക. ഒരു തേങ്ങ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു സക്സസ്ഫുള്ളി. മുളകരച്ചൊരുക്കിയ പരൽ മീനിൻ കറി കൂട്ടിട്ടേരിച്ചവനേ ഞാൻ പഠിക്കുന്നത് മാത്രമേ ഇവര് കണ്ടിട്ടുള്ളൂ. ഇല്ല, തേങ്ങ എനിക്ക് ഇഷ്ടമല്ല തിന്നാൻ. അതുകൊണ്ട് കുറയും. 3 ഇതിപ്പോ 4ാമത്തെ എടുക്കാൻ പോണത്. അപ്പൊ 2 തേങ്ങ. എന്ത് തേങ്ങ എന്ന് പറഞ്ഞ ആ ഇതൊരു തേങ്ങ, ഇതിപ്പോ 2ാമത്തെ തേങ്ങ. അങ്ങനെ നോക്കുമ്പോ അപ്പൊ പഠിച്ചു. തേങ്ങ അരിഞ്ഞാൻ പഠിച്ചു. ഇനി നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ പഠിച്ചു. കാട്ടല്ല. ഫ്രണ്ട്സ്, നമ്മുടെ കുഞ്ഞാൻ ചേച്ചി വന്നിരിക്കുന്നു. ചേച്ചി ഇപ്പൊ +1 കേട്ടോ. ഇവര് ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ കാണുന്നത് അല്ലേ?
എവിടെ ടൂർ പോയപ്പോ ഇതാറ് മൈലാഞ്ചിട്ടെന്നെ പോയി എന്നിട്ട് രസമുണ്ട്. ഒരു 5 ദിവസം എന്തിനിട്ടതാ? ആണോ? ആദ്യം എവിടെ ആ റൂമില് തേങ്ങ ചിരവലൊക്കെ കഴിഞ്ഞു. 6 മുറി തേങ്ങ ചിരവി അല്ലെങ്കിൽ അങ്ങനെയുള്ളൂ. 3 തേങ്ങ ചേർന്ന്. പക്ഷെ ഉണ്ടല്ലോ കയ്യൊരു മസാജാണ് ഫ്രണ്ട്സ്. അപ്പം നാളത്തെ കറക്കുള്ള കഷ്ണങ്ങളൊക്കെ അവിടെ അരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് 2018 ഓരോ സിനിമേന്റെ ലോക കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ ടിസ്റ്റ് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. 2018 അല്ല ലോക പഞ്ചാര പാലട പ്രഥമൻ തുഷനില തന്നൊഴുകിടാതെ കഴിച്ചു കഴിഞ്ഞോ? പൊറോട്ടയോ? പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ രാത്രിയിലെ ഫുഡ്. ഞാൻ 2 കഴിച്ചു കഴിഞ്ഞു. എന്താ പറഞ്ഞ? ആണോ? ഞാൻ പിന്നെ നിനക്കറിയാലോ ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞു കഴിഞ്ഞ് ഞാൻ ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. ആക്ച്വലി ഞാനും കസിനും കൂടെ വർത്താനം പറഞ്ഞിരിക്കായിരുന്നു. അവരിപ്പോ എല്ലാരും പോയി, ഞങ്ങളും പോവാൻ നിക്കാണ്. സമയം നിങ്ങൾ ഒന്ന് ഗസ് ചെയ്യൂ. ഗസ് ചെയ്തിട്ട് ഇപ്പൊ ആലോചിച്ച് വെക്ക്. സമയം ഇങ്ങനെ ഗസ് ചെയ്ത് ആലോചിച്ച് വെക്ക്. സമയം ഇപ്പോൾ 11:30 ഗൈസ്. 11:30. ഞങ്ങള് വർത്താനം പറഞ്ഞു 11:10 കേട്ടോ. അപ്പൊ ഞാൻ നോക്കുമ്പോ ക്ലോക്ക് തെറ്റായിരിക്കും. ഞാന് കസിനോട് പറഞ്ഞു. പിന്നെ ഫോണില് നോക്കുമ്പോ 11:10. ഇത്രയും സമയമായി. എന്നിട്ടും 11:30 ആയപ്പോഴാണ് എല്ലാരും പോയത് പണിയൊക്കെ കഴിഞ്ഞിട്ട്. ഇനിയിപ്പൊ നാളെ എല്ലാരും കൂടെ ഒരു വരവുണ്ട് ഗൈസ്. ഫുൾ കുടുംബം മൊത്തം വരുന്നുണ്ട് ഗൈസ്. ഇവര് മാത്രല്ല കുറെ പേര് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലിക്കണം അമർത്താൻ മറക്കരുത്. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.